Hello friends, welcome back to Vinisdine. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഫിഷ് ഫ്രൈ ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ 6 കഷ്ണം മീനാണ് എടുത്തേക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ചേരുവകളാണ് പറയുന്നത്. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി 6 വെളുത്തുള്ളി കഷ്ണങ്ങളും കൂടെ നന്നായി ചതച്ചെടുത്തേക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്താലും മതി. ഇനി 1 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുത്തു, വിനാഗിരി. ഇനി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. എല്ലാം നന്നായി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ഫിഷിൻ്റെ പീസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. മസാല എല്ലാ പീസസിലും നന്നായിട്ട് എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കണം. മാരിനേറ്റ് ചെയ്തത് കുറഞ്ഞ് 1/2 മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കണം. അതിനുശേഷം ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് മീൻ പീസസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ആക്കി വെക്കുന്നുണ്ട്. ഇപ്പോൾ എന്താ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇരുന്ന് നന്നായി ഫിഷ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായി തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നമ്മുടെ ഫിഷിന്, കറിവേപ്പിലയുടെയൊക്കെ. നമ്മുടെ ഫിഷൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയായി വന്നിരിക്കുകയാണ്. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും ഇഷ്ടമാവും. വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വീണ്ടും നല്ല വീഡിയോയുമായി കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.